തരാമെന്നു പറഞ്ഞുള്ള മിമ്പർ നൽകി. തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി. പഴയ അനഹൽ തടിപ്പുറം തന്നിൽ പോകി. ൂകിയ സമയം തൊട്ടിത്ത മരം വിതുമ്പിടുന്നേ. മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ൂകിയ സമയം തൊട്ടിത്ത മരം വിതുമ്പിടുന്നേ. മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ മുതൽ ഈ സമയം വരെ വ്യത്യസ്തമായ മജ്‌ലിസുകളും മദ്ഹും പ്രഭാഷണങ്ങളും മദ്ഹുകളും പാടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടി വരച്ചു പ്രസംഗിച്ചു. ഈ സമയം വരെ നമ്മൾ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി. അല്ലാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഇന്റെ ഈ വസന്തത്തിന്റെ അവസാന തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ അവിടുത്തെ സ്വഹാബത്തിന് വരച്ച് കാണിച്ചതേതോ പഠിപ്പിച്ചതേതോ കൃത്യമായി അളവ് വ്യതിചലിക്കാതെ സ്വഹാബത്ത് നെഞ്ചിലേറ്റി അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം യഖ്തദൈതും ഇഹ്തദൈതും, എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ പിന്തുടരണം, അനുധാവനം ചെയ്യണമെന്ന് പ്രവാചക ഗുരുവിന്റെ ഏറ്റവും മഹത്വമേറിയ വചനങ്ങൾ, വാക്കുകൾ, അതാണ് നാം സ്വീകരിക്കേണ്ടത്. പ്രവാചകരുടെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഹൃദ്യസ്ഥമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധനങ്ങൾ. അതിലേറ്റവും കൂടുതൽ നാം ഉൾക്കൊള്ളേണ്ടത് ഒരു വ്യക്തി അദ്ദേഹത്തെ അളക്കുന്നത് സ്വഭാവത്തിലൂടെയാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായാൽ ആ വ്യക്തി ജീവിതവും ആ വ്യക്തിയും നന്നായി. നമ്മുടെ ശരീരത്തിലുള്ള ദേഹിയെയും ദേഹത്തെയും നമുക്ക് കൃത്യമായി മനസ്സിലാക്കി. 4-ാമത്തെ ആയത്ത് വഇന്നക ലഅല ഖുലുഖിൻ അദീം. പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പ്രവാചക ഗുരുവിന്റെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഖുലുഖുഹു വൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാം അനുസരിച്ചിട്ടാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചതും. സ്വഹാബത്തിനെ മാതൃകയോ അല്ലെങ്കിൽ അദ്ദേഹം സെൻഡ് ചെയ്യുകയോ ചെയ്താൽ അതിനിടയിൽ ഒരുപാട് കമന്റുകൾ വരാം. കഴിഞ്ഞ കുറെ ദിവസം മുമ്പ് കാണാനായ അർജുനന്റെ ശരീരം അത് ലഭിച്ചപ്പോൾ വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു മുസ്ലിമായ വ്യക്തി മനാഫ് എന്ന് പറയുന്ന ഉടമ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അതിനടിയിലും ഒരുപാട് വേണ്ടാത്ത വൃത്തിഹീനമായ കമന്റുകളാണ്. ആ ഒരു ചീഞ്ഞണിഞ്ഞ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മിലൂടെ വിശുദ്ധ ഇസ്ലാമിനെ പൊതു പ്ലാറ്റ്ഫോമിലേക്ക് പൊതുജനങ്ങൾക്ക് മക്കം ഫത്ഹ് നടന്ന സമയം എല്ലാം ഇസ്ലാമിന്റെ കയ്യിലേക്ക് വന്ന സമയത്ത് എന്തും ചെയ്യാം. മുസ്ലിം വിരോധികളെ, സത്യനിഷേധികളെ ബന്ധിപ്പിക്കുകയും ക്രൂശിക്കുകയും കൊല്ലുകയും ചെയ്യാം. ഒരാളും ചോദിക്കൂല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഅബയുടെ ചാരത്ത് പോയിട്ട് ഇരു കരങ്ങളും കഅബത്തിലേക്ക് ആ കവാടത്തിലേക്ക് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഷറഫുദ്ദീൻ തങ്ങൾ ക്ഷണിക്കുന്നു. വീട്ടിൽ നോക്കലായാൽ വേണ്ടിയിലേക്കുള്ള പുറത്തിടാതെ ഇന്നലെയല്ല ഇന്നത്തെ ഡോക്ടർമാർ പറഞ്ഞു. ഇന്നലെ അവരുടെ കുടുംബങ്ങളെല്ലാം വന്ന് പറഞ്ഞു BP ഏകദേശം ലെവലായി വരുന്നുള്ള ഇന്നത്തെ റിപ്പോർട്ട്. ഇപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ മകൾ വിളിച്ച് പറഞ്ഞ് BP വീണ്ടും ഡൗൺ ആവാൻ തുടങ്ങി. 1000-ലേക്ക് ചെയ്തിരുന്ന ഹതീബ് അയാളെ പള്ളി മാറ്റിപ്പൊഴിഞ്ഞപ്പോൾ ആ പള്ളിയുടെ കട്ടില, അതുപോലെ ലോകം വന്ന പഴയ കട്ടില, ആ കട്ടില കൊണ്ടുപോയി അവിടെ വാപ്പ കിടക്കുന്ന പാടം കൊണ്ട് കൂട്ടാൻ കഴിയുന്ന പറഞ്ഞ് അവിടെ പള്ളിയും മദ്രസ സ്ഥാപിച്ചത് ഞാനാണ്. അവിടെ ഇസ്ലാം വേണ്ടി കട്ടില വെക്കുമ്പോൾ ആ കട്ടിലിന്റെ ഇടയിൽ വിരൽ കുടുങ്ങിയുണ്ട്. ഞാൻ വിരലെടുത്തില്ല. ഷഹീദാൻ വേണ്ടി എന്തെങ്കിലും നന്നാക്കി കൊടുക്കണ്ടേ?
ബെല്ല് കുടുങ്ങി. അങ്ങനെ എല്ലാവരും ഇറങ്ങി. 4-5 ആൾക്കാരുള്ളതാ. ആശാരി ഇറങ്ങി ചോദിച്ചു, തങ്ങളെടുത്തു. ആശാരി ഇതര മതസ്ഥരാണ്, തങ്ങളെടുത്തു എന്ന് ചോദിച്ചു. യുദ്ധ സമാനമായ കട്ടില വെക്കലും പള്ളി ഉണ്ടാക്കലുമാണ്. അതൊന്നും ഇപ്പൊ വിശദീകരിക്കാൻ നേരമില്ല. യുദ്ധം ചെയ്ത് നേടിയെടുത്തത് തന്നെയാണ്. അങ്ങനെ ആശാരി ഓടി വന്നിട്ട് നോക്കുമ്പോൾ കട്ടിലിന്റെയും ചുമരിന്റെയും ബലിജാമായിട്ട് കുടുങ്ങിയിട്ടുണ്ട്. ഇനി കട്ടില പുറത്ത് എടുക്കാതെ ഇവരുടെ എടുക്കാൻ പറ്റില്ല. സമർപ്പിക്കാൻ നമ്മുടെ ജീവിതം, നമ്മുടെ ശ്വാസം, നമ്മുടെ മച്ച, നമ്മുടെ മാംസം സമർപ്പിക്കാൻ അല്ലാഹു നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ദുആ കബൂൽ ചെയ്യണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ എത്രയോ ആളുകൾ, അലിമീങ്ങൾ, സയ്യിദന്മാർ, മുഹറം 1 തൊട്ട് മുഹറം തീരുന്നത് വരെ അല്ലാഹ് കൊണ്ടുപോയ തങ്ങന്മാർക്ക് കയ്യും കടക്കുകയില്ല. തങ്ങന്മാരെ മരിക്കാൻ വേണ്ടി മാത്രം ഈ വർഷം അല്ലാഹ് സൃഷ്ടിച്ചതുപോലെ മുഹറം 1 മുതൽ അത് വലിയ തങ്ങന്മാരും സയ്യിദന്മാരും ബീവിമാരും സയ്യിദും സയ്യിദത്തും സയ്യിദന്മാർ. അത് പോയ പിന്നെ എന്തുണ്ട്? കുഞ്ഞാന്റെ കാല് കുഞ്ഞ പിന്നെ കുഞ്ഞാൽ കുട്ടിനെ ഇട്ടിട്ട് എന്ത് കാര്യം? കുട്ടിയും പോകും, കുഞ്ഞാലും പോകും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്, എല്ലാം തീർക്കുകയാണ്. അല്ലാഹ് കഴുകി വൃത്തിയാക്കുന്നതിന് ഇവിടെ ചോറ് കൊടുത്ത് ചട്ടി പഠിച്ചിട്ടാണ് വെപ്പുകാരുടെ കൊടുക്കൽ. അത് ചട്ടി പഠിക്കലല്ല. وما أرسلناك إلا رحمة للعالمين. صدق الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظر حالنا يا حبيب الله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفتح متعلمين സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗം നടത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചുരുങ്ങിയ വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാനിവിടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ തന്നെ മഹാന്മാരോടുള്ള മഹബത്ത് കൊണ്ടും സ്നേഹം കൊണ്ടും വിശിഷ്യ ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്തെല്ലാം ഉദ്ദേശങ്ങളുമായി ഈ മഹനീയ സദസ്സിൽ എത്തിച്ചേർന്ന ആണുങ്ങളുണ്ടോ പെണ്ണുങ്ങളുണ്ടോ, മുഴുവൻ ആളുകളുടെ ഉദ്ദേശങ്ങളും മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ റബീഉൽ അവ്വൽ നബി തങ്ങളുടെ ജന്മം വളരെ കൂടുതൽ ഇഷ്ടപ്പെടണം. അവിടുത്തെ അനുസ്മരണ, അവിടുത്തെ സ്മരണ നമുക്ക് വളരെ കൂടുതൽ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹം നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനെയെല്ലാം ഇഷ്ടം വെച്ചിട്ടുണ്ടോ അവകളെല്ലാം നമ്മൾ ഇഷ്ടം വെക്കണം. പരിശുദ്ധ ഖുർആൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം, പരിശുദ്ധ ഖുർആൻ എന്ന് പറയേണ്ടതില്ലല്ലോ. ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഇവിടെ പറഞ്ഞയച്ചത് എല്ലാവർക്കും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു എന്നെ ഇവിടെ നിയോഗിച്ചത് ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ടാണ്, ലോകത്തിന് മുഴുവനും സന്മാർഗമായിട്ടാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇവിടെ സ്വർഗം ഉദ്ഘാടനം, നാളെ ആഖിറത്തിൽ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي. ബീബി കണ്ടിട്ടുണ്ട്, മേഘം തടയിടുന്നത് ഖദീജ ബീബി കണ്ടിട്ടുണ്ട്. വെറുതെ അല്ല വിവാഹാലോചനകൾ നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞായിരിക്കുന്ന തൊട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനോട് കൊഞ്ചിക്കളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. നബി തങ്ങൾ എങ്ങോട്ടേക്കാണ് കൈയാങ്ങി കാണിക്കുന്നത്, അങ്ങോട്ടേക്ക് ചന്ദ്രൻ നീങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളുടെ മതത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ഇത് തന്നെയാണ് എന്ന് ഇമാം ഇബ്നു കസീർ അതിന് പറഞ്ഞ വ്യാഖ്യാനത്തിൽ കാണാം, അതിന്റെ അർത്ഥം വജഅലി ദിക്റൻ ജമീലൻ ബഅദി ഉൽഖറു ബിഹി, എന്നെ എല്ലാ സമയങ്ങളിലും ഫിൽ ഖൈരി, നല്ല കാര്യങ്ങളിൽ എനിക്ക് നീ ഇഖ്തിദാ തരണം. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ ഈ ലോകത്ത് അത് തുടരപ്പെടണം, അതിന് ആളുകൾ അനുധാവനം ചെയ്യണം, അനുസരിച്ചു കൊണ്ടിരിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആണ്, മഹാന്മാരുടെ ശൈലിയാണ്. ജീവിച്ചതിന് ശേഷം, മരണപ്പെട്ടതിന് ശേഷം അവർ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ പിന്നീട് ആളുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ആ പറയൽ വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളും അവരാരും ഹയാത്ത് കാലത്ത് അവരെ മദ്ഹ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല, അവരെ പുകഴ്ത്തുന്നതും ഇഷ്ടപ്പെട്ടിരുന്നില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ ബഹുമാനിക്കൽ നമുക്ക് നിർബന്ധമാണെങ്കിലും എന്നെ നിങ്ങൾ അങ്ങനെ ബഹുമാനിക്കേണ്ടതില്ല എന്ന ഒരു രീതിയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. പക്ഷേ സ്വഹാബത്ത് എഴുന്നേറ്റു, ഖിയാമിൽ അസീസ് ഫഅലയ്യ ഫർളുൻ വതർക്കുൽ ഫർളി മാ ഹുവ മുസ്തഖീമു. ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബ് വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് ആദരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് സ്വഹാബത്ത് നബിതങ്ങൾ പറഞ്ഞാലും റസൂലുള്ളാഹി സമ്മതിക്കരുത്. സയ്യിദുനാ താജുൽ ഉലമക്ക് താജുൽ ഉലമ എന്ന ബിരുദം കൊടുത്ത സമയത്ത് മഹാനവറുകൾ പറഞ്ഞ വാക്ക്, എന്നെ എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തി എന്റെ മനസ്സിൽ കിബിറ് വരാൻ നിങ്ങൾ കാരണം ഉണ്ടാക്കരുത് എന്നാണ്. അപ്പൊ ഹയാത്തുള്ള ആളുകൾ അവരെ ഓർക്കുന്നതും മദ്ഹ് ചെയ്യുന്നതും ഇഷ്ടപ്പെടാറില്ലെങ്കിലും സാധാരണ ഔലിയാക്കളൊക്കെ ഹയാത്ത് മരണത്തിന്റെ ശേഷം സ്മരിക്കപ്പെടാൻ ആഗ്രഹിച്ചവരാണ്. ശ്രമിക്കുന്നില്ല. മാത്രമല്ല അവരുടെ ജീവിതം ഇങ്ങനെ ആളുകൾ പറഞ്ഞ് അതുകൊണ്ട് ജനങ്ങൾക്കൊരു തുടരാനുള്ള അവസരം ഉണ്ടാകും. ശൈഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ വളരെ പ്രശസ്തമായ ഖസീദത്തുൽ ഖമരിയ എന്ന് പറയുന്ന ബൈത്തിൽ ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ അവരെ പറ്റി തന്നെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബ, ഞാൻ ഇങ്ങ് പഠിച്ചു വലിയ ഖുതുബിന്റെ സ്ഥാനത്തെത്തി എന്നൊക്കെ മഹാന്മാർ കാണാൻ സാധിക്കും. ദുനിയാവിൽ മഹാന്മാരുടെ അവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷം പിന്നെ അവരെ പറ്റി ആളുകൾ പുകഴ്ത്തുന്നതും അവർ അവരെ പറ്റി തന്നെ പുകഴ്ത്തുന്നതും അവരുടെ വിശ്വാസത്തിനും ഈമാനിനും അവരുടെ കരുത്തിനും ഒരു അപകടവും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോ തങ്ങൾ നമ്മളിപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. 1400 കൊല്ലം
499 കൊല്ലമായി. അടുത്ത കൊല്ലം നമ്മൾക്ക് ഹയാത്തുണ്ടെങ്കിൽ നബിയുടെ ജന്മദിനത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. റസൂലുള്ളാഹിയുടെ ജന്മദിനത്തിന്റെ 1500ാമത്തെ ജന്മദിനമാണ് അടുത്ത വർഷം വരാൻ പോകുന്നത്. അല്ലാഹു തആല ഭംഗിയായി ആഘോഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും റസൂലുള്ളാഹി തങ്ങൾ സ്മരിക്കപ്പെടണം. അല്ലാഹനെ പറയുന്ന സർവ്വ സ്ഥലങ്ങളിലും മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയപ്പെടാറുണ്ട്. അല്ലാഹനെ പറയപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയും പറയപ്പെടാറുണ്ട് എന്നതിന്റെ കാര്യം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര മദ്ഹ് ചൊല്ലിയാലും അതൊരു വലിയൊരു സംഭവമാകുന്നില്ല. കാരണം അല്ലാഹു തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അറാകുല്ല മദ്ഹിൻ ഫി നബി മുഖസ്സറ വലൗ ബാലഗ അൽ-മുസ്നി അലൈഹി വഅക്തറ ഇദില്ലാഹു അസ്നാ ഫിൽ കിതാബിൽ മുനസ്സലി അലൈഹി ഫമാ മിഖ്ദാറു മാ യംദഹുൽ വറ. അല്ലാഹു തന്നെ നബിയുടെ മദ്ഹ് പറഞ്ഞ സ്ഥിതിക്ക് സൃഷ്ടികൾ പറയുന്ന മദ്ഹിൽ എന്ത് വലിയ കാര്യമാണുള്ളത് എന്ന് മഹാന്മാർ ചോദിച്ചു നോക്കിയാൽ നബിയുടെ മദ്ഹിൽ നിന്ന് ഒരു വരി പാടിയാൽ തന്നെ മതി എന്നും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ ഏറ്റവും വലിയ കവിയായിരുന്ന അമീറെ ശുഅറ എന്ന പേരിൽ അറിയപ്പെട്ട ലോകത്തിലെ കവികളുടെ സുൽത്താനായ അല്ലാമ അഹ്മദ് ശൗഖി റഹിമഹുല്ലാഹ് അദ്ദേഹം മരണപ്പെട്ട സമയത്ത് നബികളെ പറ്റി ധാരാളം ബൈത്തുകൾ കവിതകൾ എഴുതിയ ആളാണ് ഇമാം ശൗഖി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഗഫറലി റബ്ബി ബിഉലിദൽ ഹുദാ. എനിക്ക് അല്ലാഹു മാഫ് ചെയ്തു, എന്റെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പൊറുത്തു, എനിക്ക് അല്ലാഹു ആഖിറത്തിൽ വലിയ സ്ഥാനം നൽകി. എന്തുകൊണ്ടാണ്? ബിഉലിദൽ ഹുദാ എന്ന് പറയുന്ന ഒരു ബൈത്തിന്റെ കാരണങ്ങളെ കൊണ്ട്. അഹ്മദ് ശൗഖി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് ശൗഖി തങ്ങളെ എഴുതിയിട്ടുണ്ട്. തന്റെ സ്നേഹിതൻ കിനാവിൽ കണ്ടപ്പോൾ ശൗഖി തങ്ങൾ പറഞ്ഞത്, ഗഫറലി റബ്ബി ബിഉലിദൽ ഹുദാ. ആ ഒരൊറ്റ ബൈത്തിന്റെ ഒരു ഗിര കൊണ്ട് എന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തു എന്നാണ്. മഹാന്മാരുടെ അനുസ്മരിക്കുന്നത് അല്ലാഹു അവരുടെ ദർജകളെ ഉയർത്തുമാറാവട്ടെ. മന്ദിരായ തങ്ങൾ ഉസ്താദിന്റെ ഉപ്പ സയ്യിദ് ഫാറൂഖ് ആരിഫ് തങ്ങൾ എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്തുള്ള തൂട്ടുമുഖത്ത് മറപ്പെട്ട് കിടക്കുന്ന പ്രഗത്ഭരായ സാദാത്തുക്കൾ കറുത്ത തങ്ങന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന വളരെയധികം കറാമത്തുകളുള്ള മഹത്വങ്ങളുള്ള വലിയൊരു സയ്യിദ് കുടുംബമാണ് തൂട്ടുമുഖം തറവാട് എന്ന് പറയുന്നത്. ആ മഹത്തായ തറവാടിൽ ജനിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്ത് സിയാറത്ത് ചെയ്ത് ദുനിയാവിന്റെ ബന്ധങ്ങൾക്ക് ഒഴിവാക്കി ഒരു ഫഖീറായി ഒരു മുസാഫിറായി യാത്ര ചെയ്ത വ്യക്തിയാണ് ഒന്നിരായ തങ്ങൾ ഉസ്താദിന്റെ പിതാവ് സയ്യിദ് ഫാറൂഖ് ആരിഫ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന മഹാനവരത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ വലിയ ജാറം എന്ന് പറയുന്ന മഖാമിൽ അന്തരീക്ഷം കൊള്ളുന്ന അൽ ഖുതുബ് സയ്യിദ് അബ്ദുറഹ്മാൻ ഐദറൂസ് അവരുടെ സന്താന പരമ്പരകളാണ് കേരളത്തിലുള്ള ഐദറൂസ് സാദാത്തുക്കൾ. അവർക്ക് വലിയ മഹത്വങ്ങളുണ്ട്. ആ കുടുംബത്തിൽ വലിയ വലിയ ഔലിയാക്കളും സ്വാലിഹീങ്ങളും മഹത്തായ കറാമത്തുകൾ കാണിച്ച മഹാന്മാരുമുണ്ട്. ആ കുടുംബത്തിലെ വലിയ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദറൂസ് എന്ന് പറയുന്ന കേരളത്തിലെ ഐദറൂസ് ഖബീലയിലെ അൽ ജദ്ദുൽ അക്ബർ വലിയ ഉപ്പാപ്പയുടെ കൊച്ചിയിൽ മറപ്പെട്ട് കിടക്കുന്നുണ്ട്. അൽ ബം, രണ്ട് ബമ്മമാരും, ബം അൽ കബീർ, ബം അസ്സഗീർ എന്ന് പറയുന്ന രണ്ട് മഹാന്മാർ ആ പരമ്പരയിൽ വന്ന് ആ തൂട്ടുമുഖം തറവാടിൽ അന്തരീക്ഷം കൊള്ളുന്ന സയ്യിദ് സീരിക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യന്റെ മകനായി ജനിച്ച ആരിഫ് തങ്ങൾ അവர்கள் നാടും വീടുമെല്ലാം വിട്ട് കശ്മീരിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്ത് വിവിധങ്ങളായ മഖാമുകൾ സിയാറത്ത് ചെയ്ത് ലോകത്തിലെ ഒട്ടുമിക്ക മഹാന്മാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ മഹാനവറുകൾ കർണാടകയിലും വന്നു. അങ്ങനെ നമ്മുടെ നാടുകളിൽ താമസിച്ചു. അതിനായ സാഹിദും ദുനിയാവിന്റെ പരിത്യാഗിയും ദുനിയാവുമായുള്ള മുഴുവൻ ബന്ധങ്ങളും ഒഴിവാക്കിയ ആളാണ്. തറവാടിന്റെ വലിയ സ്വത്തുകൾ അനന്തരാവകാശമായ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നിട്ട് പോലും അതെല്ലാം ഒഴിവാക്കി അദ്ദേഹം ലോകം ചുറ്റി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നു. അവിടെ എല്ലാം ഒരു ദീനിയായ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി. മഹാന്മാരായ സാദാത്തുക്കളുടെ സ്വഭാവങ്ങൾ അതാണ്. തങ്ങന്മാർ എവിടെയോ ജനിച്ചു. സാദാത്ത് കുടുംബം യമനിൽ നമ്മുടെ നാട്ടിലേക്ക് വന്നു. അവർ ഈ നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു. ഇവിടെ ഒരുപാട് സാദാത്തുകൾക്ക് ജന്മം നൽകി.
ആ സദാത്തുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരന്നു കിടന്നു. ആ നാടിനൊക്കെ ഒരു ദീനിയായ പ്രവർത്തനം നടത്തി. ഒന്നിനായ APS ഇവിടെയുണ്ട്. കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും തങ്ങളും ചിക്മംഗ്ലൂർ ജില്ലയിലെ ഒരു ഹള്ളിയിൽ വെച്ച് ഏറ്റവും വലിയ ഹള്ളിയിൽ ഒരു പള്ളിക്കുടിക്ക് പോയി. പള്ളിയുടെ മുസ്ലിം വീടുകൾ വളരെ കുറവാണ്. വീടുകളിലെ കറണ്ട് പോലുമില്ല. അങ്ങനത്തെ നാട്ടിൽ അവിടെയുള്ള ഏതാനും വീട്ടുകാർ അവിടെ ഒരു പള്ളി നിർമ്മിച്ചു. തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എന്നെ പ്രസംഗിക്കാൻ കൊണ്ടുപോയി. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ സ്വാഗതം പറയുന്ന സമയത്ത് അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് APS തങ്ങളാണ് ഈ പള്ളി ആദ്യമായി നിർമ്മിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ APS തങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ ഇവിടെ പോയതല്ല. ഈ APS തങ്ങൾ ഉപ്പയായ APS തങ്ങളാണ് ആദൂരിൽ നിന്ന് ആ ഹള്ളി ഇന്നും ഞങ്ങൾ പോയ സമയത്ത് പോലും. അപ്പൊ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയുള്ള സ്ഥിതിയായിരിക്കുമ്പോൾ ഉണ്ടാവുക. ഇതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്ത സേവനം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു, ഹള്ളികൾ തിരഞ്ഞെടുത്തു, കാടുകൾ തിരഞ്ഞെടുത്തു. ആ സ്ഥലങ്ങളിലേക്ക് ഒരു പള്ളികൾ സ്ഥാപിച്ചു, മദ്രസകൾ സ്ഥാപിച്ചു. അന്തരായ ആരിഫ് തങ്ങളും ലക്കമല്ലപ്പ എന്ന സ്ഥലത്ത് അദ്ദേഹം ഇന്ന് അന്ത്യവിഷമം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. പരലോകത്തവരുടെ ശഫാഅത്തും അവരുടെ എല്ലാവിധത്തിലുള്ള തബറുക്കാത്തുകളും അല്ലാഹു നമുക്ക് നൽകട്ടെ. തങ്ങളുടെ ഉമ്മ, പ്രിയപ്പെട്ട ബി ഫാത്തിമ ഉമ്മ, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിലെ നാലകത്ത് എന്ന് പറയുന്ന പ്രസിദ്ധമായ തറവാട്ടിൽ ജനിച്ച് തങ്ങളുടെ കൂടെ വൈവാഹിക ജീവിതത്തിലായതിനു ശേഷം അവരുടെ കൂടെ അവർ സഞ്ചരിക്കുന്ന ആ തങ്ങളുടെ കൂടെ ഖിദ്മത്തിലായി, ദഅവത്തിലായി, ദീനിയായ സേവനങ്ങളിലായി ജീവിതം ചെലവഴിച്ചൊരു മഹതിയായിരുന്നു അവർ. ഈ കല്ലകട്ട പള്ളിയുടെ മുൻഭാഗത്ത് അവർ മറപ്പെട്ട് കിടക്കുകയാണ്. തങ്ങളുടെ ആമോഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ഉപ്പ MS മുസ്ലിയാർ. ഞാൻ കൂടുതലായിട്ട് ഉപ്പയെ പറ്റി പറയാൻ പറ്റൂലല്ലോ. നിരവധി പണ്ഡിതന്മാരെ ശിഷ്യനായി ഒന്നിനായ ശംസുൽ മൈക്കി അബൂബക്കർ മുസ്ലിയാർ, താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ, ബഹറുൽ ഉലൂം OK സിദ്ദീഖുട്ടി മുസ്ലിയാർ, കോതിനാട് KV മുഹമ്മദ് മുസ്ലിയാർ, ശൈഖുൽ ഹദീസ് KK അബൂബക്കർ ഹസ്രത്ത് തുടങ്ങിയ നിരവധി മഹാന്മാരായ പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് നിരവധി കൊല്ലങ്ങളോളം ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ ദഅവത്ത് എത്തിച്ചു കൊടുത്തു. പ്രഭാഷകനായ ജനങ്ങളിടയിൽ നിറഞ്ഞിരുന്നു. അവർ മരണപ്പെട്ടിട്ട് ഏകദേശം ഇതിലേക്ക് 23 കൊല്ലം പൂർത്തിയായിട്ടുണ്ട്. അവരും ഈ നാട്ടിൽ ചെയ്തു പോയ നല്ല കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മിൽ നിന്ന് നിരവധി മഹാന്മാരായ ആളുകൾ മരണപ്പെട്ടു. എന്റെ അമോഷൻ പയോട്ടങ്ങൾ ഈ നാട്ടിന്റെ വെളിച്ചമായിരുന്നു. ആളുകളൊക്കെ സ്വന്തം പ്രശ്നങ്ങളായി ഏറ്റെടുത്ത് പരിഹാരം നൽകി ആ മഹാനവറുകളും ചെറിയ പ്രായത്തിൽ നിന്ന് പിരിഞ്ഞുപോയി. നമ്മുടെ കുടുംബവുമായിട്ട് വളരെ ബന്ധമുള്ള മഹാനായിരുന്നു. അവിടുന്ന് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടർത്തിയെടുത്ത സാമ്പിളായിരുന്നു ശബ്ദങ്ങൾ. ഖുറ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ 33 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന് 24 മണിക്കൂർ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ ആളായി, ബദരീങ്ങളായി നിരവധി ആളുകൾക്ക് സാന്ത്വനം നൽകിയ തങ്ങളവറുകൾ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ തങ്ങളോട് ഞാൻ ചോദിച്ചു, ഔലിയാക്കൾക്കും ഞാൻ എന്റെ ഖുർആൻ ഓതി ഹദീസ് ചെയ്തിട്ടുണ്ട്. ബദരീകളിൽപ്പെട്ട 365 ആളുകൾക്കും വെവ്വേറെ ഞാൻ ഖത്മുകൾ ഹദീസ് ചെയ്തിട്ടുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാക്സിമം നിങ്ങൾ ഖുർആൻ എത്ര ഓതിയിട്ടുണ്ട് ഒരു മാസം? തങ്ങൾ പറഞ്ഞു, ഒരു റമദാനിൽ ഞാൻ റമദാനിൽ മാത്രം 28 ഖത്മുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു റമദാൻ 30 ദിവസങ്ങളിൽ 28 പ്രാവശ്യം ഖത്മുൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. തങ്ങൾ കണ്ണുവേദനയായി മദ്രാസിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഉള്ളാളത്ത് വന്നൊരു സമയം തങ്ങളുടെ മുഹിബീങ്ങൾ ചെന്നപ്പോ ഉടനീളം ആക്രോശത്തിലാണ്, ദേഷ്യത്തിലാണ്. വന്നവരോടൊക്കെ തങ്ങൾ പറയൽ, റമദാനിൽ കണ്ണുകൾ രോഗമായി, എനിക്ക് ഖുർആൻ ഖത്മാക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അപ്പോ തങ്ങളോട് അടുത്ത് സംസാരിക്കുന്ന മുഹിബീങ്ങൾ ചോദിച്ചു, അപ്പൊ ഈ റമദാനിൽ തങ്ങൾ 1 കൊല്ലങ്ങളിലും 15 ഖത്മുകൾ ഓതാറുണ്ട്. 15 ഖത്മുകൾ ഓതാറുള്ള 2 ദിവസത്തെ ഒരു പ്രാവശ്യം ഖത്മു തീർക്കുന്ന തങ്ങൾ അപ്രാവശ്യം 7 ഖത്മുകളെ ആയുള്ളൂ. സുഖമില്ലാത്ത കണ്ണു വെച്ച് ഓതിയതാണ്. എന്നാൽ പോലും അവർക്കൊക്കെ വിഷമമായിരുന്നു. ഇങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതം. മഹാനായ കൂറത്ത് തങ്ങൾ ഒരു വാക്കുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെ എടുത്ത് പരിഹരിച്ച മഹാനായിരുന്നു. പെട്ടെന്ന് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. അങ്ങനെ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ മുഴുവൻ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, സാധാരണക്കാരായ നിരവധി ആളുകൾ, നമ്മുടെ വല്യുമ്മ വലിയ ആബിദത്തായ, വലിയ സ്വാലിഹത്തായ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു വലിയ മഹതിയായിരുന്നു. അങ്ങനെയുള്ള നിരവധി ആളുകൾ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോവുകയും അവരൊക്കെ ഇന്ന് അല്ലാഹുവിന്റെ ദിക്റുകളൊക്കെ അവർക്ക് ഹദിയ നമ്മൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിഫലം അവർക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ഈ മഹത്തായ സംരംഭം തങ്ങൾ ഇവിടെ നടത്തുന്നത് ഏതെങ്കിലും വലിയ വലിയ ആളുകൾ സ്പോൺസർ കൊടുത്തിട്ടല്ല, അതികൾ തന്നുകൊണ്ടല്ല, വിവിധങ്ങളോടുള്ള അഗാധമായ ഇഷ്ടം കൊണ്ടും ഈ വീട്ടിൽ ഒരു ബർക്കത്തുണ്ടാകണം. തങ്ങളുടെ മുഹിബീങ്ങളെല്ലാം കൊല്ലത്തിലെ ഒരു പ്രാവശ്യം തങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചുകൂടി നല്ല ദുആഇന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കണമെന്ന സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത് കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും തങ്ങളുടെ മകളും തങ്ങളുടെ മരുമകനും കല്ലകെട്ടതിലുള്ള മകനും അവിടെ സ്ഥാപനങ്ങൾക്ക് ദീനീ ദഅവത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. മരുമക്കൾ സയ്യിദ് ഷറഫുദ്ദീൻ ഹിമവി തങ്ങൾ, അദ്ദേഹവും പണ്ഡിതനാണ്. മറ്റൊരു മരുമകൻ ശിഹാബുദ്ദീൻ തങ്ങൾ, അദ്ദേഹവും പണ്ഡിതനാണ്. പള്ളികളിലും ദീനിയായ ഖിദ്മത്തുകളിലും ജോലി ചെയ്യുന്നവരാണ്. കർണാടകയിലെ മുഴുവൻ മജ്‌ലിസുകളിലും ഷറഫുദ്ദീൻ തങ്ങൾ, ഒരുപാട് തങ്ങൾ വലിയ സാന്നിധ്യമാണ്. അല്ലാഹു ബറക്കത്തൊക്കെ അല്ലാഹു നിർത്തി കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെ എല്ലാ വഴികളിലും ദീനി ദഅവത്തിന് ഉതകുന്ന രൂപത്തിലുള്ള ഒരുപാട് അത്ഭുതകരമായ കഥകൾ പറഞ്ഞ് നിങ്ങൾ ആവേശം കൊള്ളിക്കുന്ന ദുആ ഇജാബത്തുള്ള ഉറുദുവും കശ്മീരിയും അറബിയും ഇംഗ്ലീഷും മലയാളവും കന്നഡവും ഉറുദുവും എല്ലാം സുന്ദരമായി സംസാരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാശാലിയായിരുന്നു സയ്യിദ് ഫാറൂഖ് ആരിഫ് തങ്ങൾ എന്ന് പറയുന്നത്. ആ പിതാമഹന്മാരുടെ വഴിയിൽ തന്നെ ഇന്ന് തങ്ങൾ സഞ്ചരിക്കുകയും സ്വന്തം വീടിനെ ഇൽമിന്റെ കേന്ദ്രമാക്കി മാറ്റി ആ വീട്ടിന്റെ മുറിയിൽ സ്വലാത്ത്, സ്റ്റേജുകളിൽ സ്വലാത്ത്, മജ്‌ലിസുകളിൽ സ്വലാത്ത്. ഞങ്ങൾ ശിഷ്യന്മാരായ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അതൊന്നും ഞങ്ങൾക്ക് പൊരുത്തമുണ്ടാകണമെന്നില്ല, പക്ഷെ ഞങ്ങൾ സ്വന്തമായിട്ടുള്ളതും കൊടുത്താൽ അതുകൊണ്ട് ചെറിയ നിലക്കുള്ള വിഷയങ്ങളൊക്കെ ആകുമെന്നല്ലാതെ ബാക്കിയുള്ള കടകളും കാര്യങ്ങളൊക്കെ ഒരാളോടും പറയാതെ തങ്ങൾ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോവുകയാണ്. ഇന്നലില്ലാഹി ഖൽഖൻ ഖലഖഹും ലിഹവായിജിൻ നാസി യഫ്സഉൻ നാസു ഇലൈഹിം ബിഹവായിജിഹിം എന്ന ഹബീബായ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആദരണീയരായ സയ്യിദുകളെ, മറ്റ് സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ സയ്യിദുകളുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന വൻപിച്ച മീലാദ് പരിപാടി അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ 3 ദിവസത്തെ പരിപാടിയും ഇന്നത്തോടു കൂടെ സമാപിക്കുകയാണ്. നിരവധി ആളുകൾ ഈ മജ്‌ലിസിൽ വന്നു. നാം കഴിഞ്ഞുകൂടാറുള്ളത് എന്ന് പറഞ്ഞത് മനുഷ്യനും ജിന്നിനും മാത്രമല്ല, ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കും ഹബീബായ നബി അനുഗ്രഹമാണ്. വൃക്ഷങ്ങൾക്കും ചെടികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും ജിന്നിനും എല്ലാ വസ്തുക്കൾക്കും അനുഗ്രഹമായിട്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം. ആ നിലക്ക് ആ അനുഗ്രഹിക്കൊണ്ട് നമുക്ക് ഹബീബായ തങ്ങളെ സ്നേഹിക്കാനുള്ള, അവരോടൊപ്പം സ്വർഗത്തിലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഒരു കാരണമായി അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രാസ്ഥാനിക നേതൃത്വമാണ്. കല്ലകെട്ട മജ്‌ലിസ് എന്ന സ്ഥാപനത്തിന്റെ ഒരു വലിയ എന്ന് പറഞ്ഞാൽ എല്ലാമാണ് മഹാനായ തങ്ങൾ. അവർ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട തങ്ങളുടെ മനസ്സിലുണ്ട്. അല്ലാഹു പൂർത്തീകരിച്ചുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ ഒരുപാട് ദൂരം ഇവിടെ വന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി നമുക്ക് ബഹുമാനപ്പെട്ട സയ്യിദുകളുടെ പൊരുത്തം നൽകി നമ്മൾ ഇന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച നാട്ടിലും വിദേശത്തും ഒക്കെയുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ മുഹിബ്ബീങ്ങൾ അല്ലാഹു അവർക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപയോഗിക്കാൻ 2, 3, 4 അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയാ അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയാ അസ്വദ് മഹിയിൽ ലബിയൽ മദമായി ഉദിച്ചുള്ള മധുരമിതാ അഷ്ഹദ് പൊലിമാലങ്കൃത കലിമ വിതച്ചുള്ള മഹിമൈതാ അസർമുല്ല മലര് നബി നബി ഹബീബിയാ
നസ്ല് നബി നബി ഹബീബിയാ എന്ത് രോഗമാണ് എല്ലാം പോയി കിഡ്നി പോയി ആദവന്റെ അമ്പിയല അകമലരോ അമ്പിളിയ ആദവന്റെ അമ്പിയര അകമലരോ അമ്പിളിയ അമ്പിളിപ്പൂവേ നബിയാ അമ്പര ചിന്തും നിധിയാ അമ്പിളിപ്പൂവേ നബിയാ അമ്പര ചിന്തും നിധിയാ ചുങ്കാരലങ്കാര കുന്നാരമുത്തേ അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ നസ്ല് നബി നബി ഹബീബിയാ റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി തികവർ നബി മികവാ മികവുറ്റൊരു ദിമതിയാ തികവർ നബി മികവാ മികവുറ്റൊരു ദിമതിയാ ചുങ്കാരലങ്കാര കുന്നാരമുത്തേ അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ നസ്ല് നബി നബി ഹബീബിയാ അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ നസ്ല് നബി നബി ഹബീബിയാ അസ്വദ് മഹിയില്ല ബിയൽ മദമ ഉദിച്ചുള്ള മധുരമിതാ അശഹദ് പൊലിമാല ഹൃദയകളിൽ ഇരച്ചുള്ള മഹിമയിതാ നബി ഹബീബിയാ ഹസനത്തിൻ നസ്ല് നബി നബി ഹബീബിയാ സുന്ദരമായ മജ്‌ലിസുകൾ കൂട്ടത്തില് തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി തരുണാറ്റൽ അതിൽ കേറി നൽകി പഴയ അജഹ്ലി പുറം തന്നിൽ സമയം കുട്ടിത്തമരും മൂസമ്മീലോ ചാടി നിന്ന മരക്കടി മരഞ്ഞിടുന്നേ സമയം കുട്ടിത്തമരം വിരുന്നിടുന്നേ മൂസമ്മീലോ ചാടി നിന്ന മരക്കടി മരഞ്ഞിടുന്നേ ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലും കരച്ചിൽ പോലതാ കേൾക്കുന്നു. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി പഴയ അനഹൽ തടി പുറം തന്നിൽ പോകി സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ മൂസമ്മീലോർ ചാടി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ ഊകിയ സമയം തൊട്ടിത്തമരം വിതുമ്പിടുന്നേ മൂസമ്മീലോർ ചാടി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലും കരച്ചിൽ പോലതാ കേൾക്കുന്നു. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു ഞാൻ ഹബീബിൻ കൽപ്പത്തിലേക്ക് നടന്നിടുന്നു.
പറ്റില്ലെന്ന താജുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷക്കണക്കായ വിശ്വാസികൾ സമാധാനത്തിന് വേണ്ടി അവസാനത്തെ രക്തവും അവസാനത്തെ ശ്വാസവും ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷം സംഭാവന ചെയ്യുന്ന ആ മഹത്തായ മാതൃകക്ക് ഇവിടെ ഊടും പാകും നൽകിയത് മഹാനായ താജുൽ ഉലമയാണ്. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ താജുൽ ഉലമ എന്ന കേരളം പിടിച്ചുകുലുക്കിയ വലിയ അറിവിന്റെ ഉടമയാണ് താജുൽ ഉലമ. അവിടുത്തെ ഇബാദത്ത് വലുതാണ്. 94-ാമത്തെ വയസ്സിലും വിത്ർ വാജിബ് 11 റക്അത്ത് നിസ്കരിക്കാതെ കിടന്നുറങ്ങാത്ത മഹാൻ. 94-ാമത്തെ വയസ്സിലും വിത്ർ 11 റക്അത്ത് നിർവഹിക്കാതെ ഒരു രാത്രിയും ഉറങ്ങിയിട്ടില്ല. അത് തന്നെ നിന്ന് നിസ്കരിക്കാനാണ്. വിറക്കുന്ന ശരീരമാണെങ്കിൽ പോലും നിന്ന് നിസ്കരിക്കാനാണ് ശ്രമിക്കാറുള്ളത് എന്നാണ് പഠിപ്പിക്കുന്നത്. ആ താജുൽ ഉലമ ഇബാദത്ത് കൊണ്ട് വളർന്നു, ഇൽമു കൊണ്ട് വളർന്നു. ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീം അംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് City Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasar, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasar, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. തരാമെന്നു പറഞ്ഞുള്ള മിമ്പർ നൽകി, തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി, പഴയ അനഹൽ തടിപ്പുറം തന്നിൽ പോകി. സമയം തൊട്ടിത്ത മരം വിതുമ്പിടുന്നേ, മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. പൂകിയ സമയം തൊട്ടിത്ത മരം വിതുമ്പിടുന്നേ, മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. 12 പുലരി വിരിഞ്ഞു, പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു, പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു.
ഒടുങ്ങാത്ത സ്നേഹമിതാ അടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനബിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയെ